ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് സ്പെഗാട്ടിയും വൈറ്റ് സോസിലാണ് കേട്ടോ ആക്കുന്നത്. കുറച്ച് ടർക്കി ബ്രസ്റ്റ് ഗ്രില്ല് പോലെ ആക്കിയതും പിന്നെ കുറച്ച് വെജിറ്റബിൾ സോൾട്ടും. അതാണ് ഇന്നത്തെ ഡിന്നർ പ്ലാൻ കേട്ടോ. ഞാൻ സ്പെഗാട്ടി വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ടർക്കി ബ്രസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ചും കൂടി സ്മോൾ കട്ടാക്കുന്നത് കേട്ടോ. അത്യാവശ്യം നമ്മൾ കേരള മസാല അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അധികം എരിവ് കൂട്ടിയിട്ടില്ല. കുരുമുളകും ജീരകം പെരിഞ്ജീരകത്തിൻ്റെ പൊടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും ഉപ്പും കുറച്ച് സോസസിൽ ഒഴിച്ചിട്ടാണ് അത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും കുറച്ച് നമുക്ക് എന്തെല്ലാം വെജിറ്റബിൾ ഉള്ള ഞാൻ വീട്ടിലുള്ള വെജിറ്റബിൾ എടുത്തത് കുറച്ച് ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, മഷ്റൂം ഉള്ളതുകൊണ്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇതേപോലെ നമ്മൾ മുളപ്പിച്ച് ചെറുത് സാലഡിനെല്ലാം വാങ്ങാൻ കിട്ടും. അങ്ങനെ അത് വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാന് വെച്ച് ആദ്യം നമ്മൾ ഈ ടർക്കി ബ്രസ്റ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഞാനൊരു സൈഡിൽ നിന്ന് ടർക്കി ബ്രസ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്താൽ വെക്കുമ്പോഴേക്കും മറ്റേ സൈഡിൽ സ്പെഗാട്ടി വേവിച്ചിട്ട് അത് ഊറ്റിയിട്ട് വീണ്ടും ആ പാത്രത്തിലിട്ടിട്ട് ആ വൈറ്റ് സോസിലാക്കിയിട്ട് അത് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം വൈറ്റ് സോസ് ആക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് പാലും ക്രീമുമാണ്. എൻ്റെ അടുത്ത് ഡബിൾ ക്രീം ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിക്സ്ഡ് സ്പൈസസും സ്മോക്ക്ഡ് സ്പൈസസ് വന്നിട്ട് നമുക്ക് പീടികയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതും കൂടി അതിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പുറന്ന് രണ്ട് സൈഡിൽ നിന്ന് അത് അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ ടർക്കി ബ്രസ്റ്റ് ഇപ്പുറമാക്കി അതിൻ്റെ കൂടെ ലേശം സോസ് ഒഴിച്ചിട്ട് അത് വാങ്ങി വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾ സോട്ട് ചെയ്യാൻ വിചാരിച്ചു. വെജിറ്റബിൾ നമ്മളടുത്ത് എന്നാൽ വെജിറ്റബിൾ ഉള്ളത് അത് ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ മഷ്റൂം ആഡ് ചെയ്തത്. പിന്നെ പാസ്തയിൽ ഞാൻ ഒറിഗാനോയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അറ്റ് ലാസ്റ്റ്. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലി എനിക്കും ഇതിനായിട്ട് മാത്രമാണ്. കാരണം ചെറിയ പിള്ളേർക്കൊന്നും നമുക്ക് ഗ്രീൻ ചില്ലി അത്യാവശ്യം സ്പൈസി ഉള്ള ഗ്രീൻ ചില്ലിയാണ്, അതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ ചീസും പിന്നെ നേരത്തെ മുളപ്പിച്ച ആ ഗ്രീൻ ഇതും കൂടി പാസ്തയിൽ ഇട്ടിട്ടുണ്ട്. ചീസ് ഞാൻ ആ സ്ലൈസ് ചീസ് കൂടാതെ തന്നെ ക്യൂബ് ചീസും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വലിയ ക്യൂബായിട്ട് വാങ്ങാൻ കിട്ടും. അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്ലേറ്റിംഗ് ചെയ്തതിന് റെഡിക്കും നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് പ്ലേറ്റിംഗ് എല്ലാം ചെയ്ത ഒരു പ്രതീതി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തവർ വീണ്ടും ട്രൈ ചെയ്യാം.